ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർ ആൻഡ് സർവീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർ ആൻഡ് ലോ സർവീസിനെ പറ്റിയും ഫോർ ആൻഡ് ഹൈ സർവീസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഫോർ ആൻഡ് ലോ സർവീസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ ആൻഡ് ലോ സർവീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, നമ്മൾ ഷട്ടിൽ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ. ഈ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കംഫർട്ട് ആവുക. പിന്നെ 2 ഫിംഗേഴ്സിൽ ഹോൾഡ് ചെയ്യാനും കുഴപ്പമില്ല. ഓക്കെ, ഏറ്റവും കംഫർട്ട് എനിക്ക് തോന്നുന്നത് ഈ രീതിക്ക് ഹോൾഡ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ നോൺ റാക്കറ്റ് ലെഗ് ആയിരിക്കണം ഫ്രണ്ടിൽ ഗൈഡായിട്ട് വെക്കേണ്ടത്, റാക്കറ്റ് ലെഗ് പുറകിൽ. അതുപോലെ തന്നെ ഷട്ടിൽ ഹോൾഡ് ചെയ്യണു. ദെൻ റാക്കറ്റ് ഫോർ ആൻഡ് ബേസിക് ഗ്രിപ്പിൽ പിടിക്കുക. ദെൻ റിലാക്സ്ഡ് ആയിരിക്കണം, ബിഹൈൻഡ് ആയിരിക്കണം നമ്മുടെ. ദെൻ ഫോർവേഡ് ടു ദ ഫ്രണ്ട്. ഓക്കെ, സർവീസ് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്നും 1.15 മീറ്റർ ഹൈറ്റിൽ ബിലോ ആയിരിക്കണം നമ്മൾ സർവ് ചെയ്യേണ്ടത്, കോണ്ടാക്ട് പോയിന്റ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡിന്റെ ആംഗിൾ ഡൗൺവേർഡ് ആയിരിക്കണം സർവീസ് കോണ്ടാക്ട് പോയിന്റ്. ഓക്കെ, ദെൻ ഇതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് സിംഗിൾസ് ഗെയിമിൽ നമ്മൾ ഫോർ ആൻഡ് ലോ സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പോയിന്റ് ആണ് പ്രത്യേകമായി നോട്ട് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ സെൻട്രൽ ലൈനും ഷോർട്ട് സർവീസ് ലൈനും വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഏരിയ. ദെൻ രണ്ട് സെൻട്രൽ ലൈൻ്റെയും നമ്മുടെ സൈഡ് ലൈൻ ഫോർ സിംഗിൾസിൻ്റെയും ഏകദേശം സെൻട്രലായിട്ട് വരുന്ന ഒരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് സൈഡ് ലൈൻ ഫോർ സിംഗിൾസിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു പോയിന്റിൽ. ഇതുപോലെ തന്നെ നമുക്ക് ഡബിൾസിലാവുമ്പോൾ നമ്മൾ കുറച്ച് ഈ ഒരു ഏരിയയിലേക്ക് ഡബിൾസ് ലൈന് അടുത്ത് ചേർന്ന് വരും മൂന്നാമത്തെ പോയിന്റ്. ഇതാണ് നമ്മുടെ ഫോർ ഹാൻഡ് ലോ സർവീസിലുള്ള പോയിന്റുകൾ. നമ്മൾ ഡബിൾസിൽ ഫ്ലിക്ക് സർവീസ് ചെയ്യുന്ന 3 പോയിന്റ്സ് നമുക്ക് പരിചയപ്പെടാം. അതായത് ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ സൈഡ് ലൈൻ ഫോർ ഡബിൾസിന്റെയും ലോങ് സർവീസ് ലൈൻ ഫോർ ഡബിൾസിന്റെയും കോർണർ ആയിട്ടുള്ള ഈ ഒരു പൊസിഷൻ, ഇതിന് നമ്മൾ 4th പൊസിഷൻ. അതിനുശേഷം ഈ രണ്ടിന്റെയും സെൻട്രലായിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് 5th പൊസിഷൻ. ദെൻ സെൻട്രൽ ലൈൻ ലോങ് സർവീസ് ലൈൻ ഫോർ ഡബിൾസ്, ഇതിന്റെ ഈ കോർണറിൽ നമ്മൾ 6th പൊസിഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ ആൻഡ് സർവീസിൽ ഹൈ സർവീസ് ചെയ്യുന്ന 3 പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മുടെ സൈഡ് ലൈൻ ഫോർ സിംഗിൾസിന്റെയും ലോങ് സർവീസ് ലൈൻ ഫോർ ഡബിൾസിന്റെയും കോർണർ ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ, ഈ രണ്ടിന്റെയും സെൻട്രൽ ലൈന്റെയും സൈഡ് ലൈൻ ഫോർ സിംഗിൾസിന്റെയും മിഡിലായിട്ട് വരുന്ന ഒരു പോർഷൻ, സെക്കൻഡ് പൊസിഷൻ. ദെൻ തേർഡ് വൺ, സെൻട്രൽ ലൈന്റെയും ലോങ് സർവീസ് ലൈൻ ഫോർ സിംഗിൾസിന്റെയും ഈ ഒരു കോർണർ. ഈ 3 പൊസിഷൻ ആണ് ഹൈ സർവീസിന് വരുന്ന പൊസിഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ ബാഡ്മിൻ്റൺ ഫ്രണ്ട്സിന് വേണ്ടി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.